തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. LDF പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ, ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, CPIM ജില്ലാ കൗൺസിലർ അരുൺ കാളിയത്ത്, CPI മണ്ഡലം സെക്രട്ടറി KS സുകുമാരൻ, കേരള കോൺഗ്രസ് M ഷാജി ആനിത്തോട്ടം, കേരള കോൺഗ്രസ് B V സുമീഷ്, K മാസീസ്, KP ശ്രീജയൻ, AM നൌഷാദ്, അമൽരാജ്, മറ്റ് CPIM DYFI പ്രവർത്തകരും നേതൃത്വം നൽകി. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും MLAയുമായ സഖാവ് AC മൊയ്തീൻ ആണ്. സഖാവ് AC മൊയ്തീനൊക്കെ സ്നേഹ വളരെ നേരത്തെ തന്നെ ആരംഭിക്കുകയും ബൂത്തുതല പ്രവർത്തനങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മാത്രമേ വലുതാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം നേരത്തെ ഒരുക്കിയത്. നമ്മുടെ രാജ്യം നിങ്ങൾക്ക് എനിക്കുമൊക്കെ അറിയുന്ന പോലെ എല്ലാ വിഭാഗവും ഒരുമിച്ച് ജീവിക്കുന്ന, അതിനനുസരിച്ചൊരു ഭരണഘടനയുള്ള രാജ്യമാണ്. മതേതര ഭരണഘടനയുള്ള രാജ്യമാണ്. മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നൊക്കെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. 10 വർഷക്കാലത്തെ RSSന്റെ നിയന്ത്രണത്തിലുള്ള BJPയുടെ ഭരണം ഈ ഭരണഘടന തന്നെ അട്ടിമറിക്കാനുള്ള പരിശ്രമത്തിലാണ്. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ഇപ്പോൾ കേന്ദ്രത്തിലുള്ള മോദി സർക്കാർ ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് മോദിയുടെ പുതിയ മുദ്രാവാക്യം, മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യം നമ്മൾ കേൾക്കുന്നത്. അതിനു മുമ്പ് മോദി ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം ജനങ്ങളോട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഗ്യാരണ്ടി RSSന്റെ അജണ്ട നടപ്പാക്കാനുള്ളതാണ് വളരെ വ്യക്തമായിട്ടുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യം കഴിഞ്ഞ 10 വർഷക്കാലം മോദിയുടെ ഭരണത്തിൽ നടപ്പിലാക്കി എന്ന് പറയാനാവില്ല. നമ്മുടെ രാജ്യത്ത് കൃഷിക്കാരുടെ പ്രശ്നം മോദി പറഞ്ഞതാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവും അതിന് പുറമെ 50% 28 ദിവസം സംഭടിച്ചു. നമ്മളിപ്പോൾ ഇവിടെ ഫാൻ ഇല്ലാതെയായപ്പോൾ നമുക്ക് ഇത്തിരി അസ്വസ്ഥതയുണ്ട് ഇല്ലേ? സ്വാഭാവികമാണ്, ചൂടാണ്, ഭയങ്കര ചൂടാണ് കേരളത്തിൽ. പക്ഷേ ഡൽഹിയിൽ ഇതിനേക്കാൾ വലിയ ചൂടാണ്, 42 ഡിഗ്രി ചൂട്. കോവിഡ് കാലം 2-3 മാസം കഴിഞ്ഞാൽ വലിയ തണുപ്പ്, കൊടിയ -, ഡിഗ്രിയിലേക്ക് പോകും. ആ സ്ഥലത്താണ് 368 ദിവസത്തെ സമരം ഇന്ത്യയിലെ കൃഷിക്കാർ നടത്തിയത്. കൃഷിക്കാർ അവിടെ തമ്പടിച്ച് ഭക്ഷണം വെച്ച് ഭാര്യയും മക്കളും കുട്ടികളുമൊക്കെയായി. കേരളത്തിൽ നിന്ന് 1000-ലധികം ആളുകൾ പോയി. 740 ആളുകൾ ആ സമരത്തിൻ്റെ ഭാഗമായി മരിച്ചു. 5 പേരെ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ മകനാണ് കാറ് കയറ്റിക്കൊന്നത്. മോദി അഹങ്കാരം കൊണ്ട് ആ സമരം ദേശവിരുദ്ധരുടെ സമരമാണ്, കൃഷിക്കാരുടെ സമരമെന്ന് ആക്ഷേപിച്ചു. ഏത് സമരം വന്നാലും രാജ്യദ്രോഹികളുടെ സമരം, തീവ്രവാദികളുടെ സമരം, രാജ്യത്തെ വിഘടനവാദികളുടെ സമരം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വലിയ പരിശ്രമം നടത്തിയിട്ടും കൃഷിക്കാരുടെ സമരത്തിന് മുമ്പിൽ മോദിക്ക് അവസാനം മുട്ടുമടക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, അവസാനം ആ അവതരിപ്പിച്ച ബില്ല് പാർലമെന്റിൽ പിൻവലിച്ച് മാപ്പ് ജനങ്ങളോട് പരസ്യമായി പറഞ്ഞിട്ടാണ്. അതിന് കാരണമുണ്ടായി. അന്ന് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. അന്ന് പറഞ്ഞ വാഗ്ദാനം ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. എന്ത് ഗ്യാരണ്ടിയാണ് മോഡിയുടെ? അന്ന് പറഞ്ഞ വാഗ്ദാനം